ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ഹാർഡായിട്ടുള്ള ക്ലെയിനെ എങ്ങനെയാണ് നോർമൽ സോഫ്റ്റ് ക്ലേ ആക്കി എടുക്കുന്നതെന്നാണ് കേട്ടോ നോക്കുന്നത്. എത്ര ഹാർഡായിട്ടുള്ള ക്ലെയിനെ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. എൻ്റെ കുറച്ച് ഹാർഡൊക്കെ ആയിട്ടുള്ള ക്ലേ ആണ് കേട്ടോ, ഭയങ്കരമായിട്ട് ഹാർഡല്ല, എന്നാലും കുറച്ച് ഹാർഡ്നെസ് ഉള്ള ഒരു ക്ലേ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് ഈ കട്ടി പിടിച്ച ക്ലേ ഒക്കെ ഇട്ട് കൊടുക്കാൻ. ഞാനിത് ഒരു പ്രാവശ്യം ക്ലേ ഉണ്ടാക്കിയ സെയിം പാത്രവും എല്ലാ കവറും ഒക്കെ ആണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാത്തിലും ആ ബാക്കി കുറച്ച് ക്ലേയിൻ്റെ പാർട്ടിക്കിൾസ് സൈഡിൽ ഇരിക്കുന്നത്. അതിന് നല്ലോണം നമ്മൾ എന്നിട്ട് ഈ വെള്ളത്തിലിട്ട് കൊടുത്ത ക്ലേയിനെ നല്ലോണം മെൽറ്റാക്കി, കൈ കൊണ്ട് നല്ലോണം അലിയിച്ച് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും. എനിക്കിച്ചിരി വെള്ളം കൂടിപ്പോയിട്ട്, ഇതിന് കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലേ അതിനനുസരിച്ചുള്ള വെള്ളം എടുക്കുക, അത്രയാണ്. ഇതിലിടയ്ക്കൊക്കെ കട്ടകൾ കാണും, കുറേ പറ്റുന്ന അത്രയും അലിയിച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിനുള്ളിലേക്ക് ഞാൻ കുറച്ച് മോയ്സ്ചറൈസറാണ് ഇടുന്നത് കേട്ടോ. ബോഡി ലോഷൻ ഇട്ട് കൊടുത്താൽ മതി നല്ലവണ്ണം. എന്നിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ കയ്യിലൊന്നും ക്ലേ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. നല്ലവണ്ണം അതിന് കട്ട ഇല്ലാണ്ട് ഇളക്കിയെടുക്കണം. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് ഇച്ചിരി വെള്ളം കൂടിപ്പോയി, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതാകുമ്പോൾ അതേ കട്ടിയിൽ തന്നെ നമുക്ക് നല്ല കട്ടിയിലുണ്ടാവും. അപ്പോൾ ഇതുപോലെ കുറച്ചൊരു കവറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. എൻ്റെ ഞാനിതിൽ യൂസ് ചെയ്തേക്കുന്നത് ഒരു പ്രാവശ്യം ക്ലേ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. അതാണ് ഈ ഒരു ക്ലേയിൻ്റെ തന്നെ പാർട്ടിക്കിൾസ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നല്ലോണം ആ കവറിൽ ഈ നമ്മളെടുത്ത് അലിയിച്ച് വെച്ച ക്ലേയിനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം കേട്ടോ. ഫുള്ളൊന്ന് സ്പ്രെഡാക്കി എടുക്കാം. അതൊന്ന് ഒരു ദിവസം അല്ല, ആവശ്യത്തിന് നല്ല രീതിക്കൊന്ന് ഉണങ്ങി വെയിലത്തൊക്കെ വെച്ചൊന്ന് ഉണക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ ഞാൻ ഇത്രയും കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അത് കട്ടി പിടിച്ച് വരണം നല്ലതായിട്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ചുരണ്ടി ഇളക്കണം. എന്നിട്ട് ഈ കട്ടി പിടിച്ചത് നല്ല ഉണങ്ങി കിട്ടുമ്പോൾ ഒരു സ്കെയിലോ എല്ലാം കൊണ്ട് ഇതുപോലെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അതിൽ നിന്ന്. അപ്പോൾ നല്ല പൗഡറി പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ് ഇങ്ങനെ കിട്ടുന്ന കൺസിസ്റ്റൻസി. അപ്പോൾ ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും. നിങ്ങളിത് പൂപ്പൽ പിടിക്കൂലേ എന്നൊക്കെ ചിന്തിക്കൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇതിപ്പോൾ പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ക്ലേ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ സൂക്ഷിക്കാം. വീട്ടിൽ ഉണ്ടാക്കുന്നതാകുമ്പം നമുക്ക് പൂപ്പൽ വന്ന പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കട്ടി പിടിച്ചത്, അതുകൊണ്ടാണ് ഇതുപോലെ കിട്ടും. മാക്സിമം പൗഡറി ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിനെ ഈ ഒരു ക്ലേനെ കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അതായത് നമ്മൾ ആ ക്ലേൻ്റെ കൺസിസ്റ്റൻസി, അതായത് ചപ്പാത്തി മാവൊക്കെ കുഴക്കില്ല, അതുപോലെ നമ്മൾ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. കൈ ഉപയോഗിച്ച് തന്നെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഒരു ഇഷ്ടമുള്ള കൺസിസ്റ്റൻസി എത്തുന്നവരെ, അതായത് കറക്റ്റ് ക്ലേ കൺസിസ്റ്റൻസി എത്തണം, അതുവരെ കുഴച്ചെടുക്കുക. അപ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് ഒട്ടിപ്പിടിക്കും. ബോഡി ലോഷൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും കയ്യിൽ കുറച്ച് ക്ലേ ഒട്ടിപ്പിടിക്കും. ഇത് വെള്ളമാണ് കേട്ടോ സ്പ്രേ ചെയ്യുന്നത്. എന്നിട്ട് പതുക്കെ കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ച് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. മാക്സിമം പറ്റുന്ന പോലെ കട്ടയില്ലാണ്ടൊക്കെ കുഴച്ചെടുക്കുക. സാധാ വെള്ളം ഉപയോഗിച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ഇതുപോലെയാണ് ഉണ്ടാവുക. കുഴച്ച് വരുമ്പോഴത്തേക്കും ഒരു സോഫ്റ്റായിട്ട് കിട്ടും. ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ രണ്ടാമതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ ഒരു പ്രാവശ്യം ചെയ്യുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ കിട്ടും. കൂടുതൽ സ്ട്രിപ്പായിട്ട് ഓരോ പ്രാവശ്യം ഒഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എല്ലാം കൂടെ ലാസ്റ്റ് ഡ്രൈ ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി. എല്ലാം ഒന്ന് ക്ലേ സെറ്റാക്കി ഇതുപോലെ 2-3 സ്ട്രിപ്പായിട്ട് ഇതുപോലെ ചെയ്താൽ മതി. സ്റ്റെപ്പിൽ ഇതുപോലെ കിട്ടിക്കോളും. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും കേട്ടോ. ഇനി ഈ ഒട്ടിപ്പിടിക്കുന്ന ഈ ഒരു ക്ലേയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ലോഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. ബോഡി ലോഷനാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്നുകൂടെ സ്മൂത്താക്കിയൊക്കെ എടുക്കുക. നല്ല രീതിക്ക് സ്മൂത്താക്കി എടുക്കണം, എന്നാലേ കയ്യിൽ ഇതൊന്നും ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുള്ളൂ കേട്ടോ. ആവശ്യത്തിന് ഇത്ര ലോഷനൊന്നും വേണ്ട കേട്ടോ. നിങ്ങളുടെ എത്ര ക്ലേ ഉണ്ട് അതിനനുസരിച്ചുള്ള ലോഷൻ എടുത്താൽ മതി. ഒട്ടിപ്പിടിക്കാത്ത അവസ്ഥ വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ നെക്സ്റ്റ് ടൈം ക്ലേ യൂസ് ചെയ്യുമ്പോൾ കയ്യിൽ അധികം നനവില്ലാണ്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ക്ലേ എന്നാലേ പൂപ്പൽ പിടിക്കാണ്ടൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. പിന്നെ മെയിൻ കാരണം നമ്മളിത് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഈ പൂപ്പലൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുക.
എന്നിട്ട് അപ്പോൾ ഇതാണ് ഞാനപ്പോൾ കുറേ അധികം ക്ലേ ഇപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. ഇതേ സ്റ്റെപ്പാണ്. അതിലേക്ക് ഞാൻ ഈ ക്ലേയും കൂടെ അങ്ങ് മിക്സ് ചെയ്തത്. നേരത്തെ ഉണ്ടാക്കി വെച്ച ക്ലേ ആണ്. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്. ഇതിന് മുമ്പേ ഉണ്ടാക്കിയ അപ്ലയൻസസൊക്കെയാണ് ഞാനിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പോൾ നല്ലോണം കുറച്ച് ലോഷൻ, അതിനെ നേരത്തെ ഉണ്ടാക്കി വെച്ചാണെങ്കിലും കുറച്ച് ലോഷനോട് അപ്ലൈ ചെയ്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വരും, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട്. ഇതാണ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഞാൻ ഈ ക്ലേ ഉണ്ടാക്കിയേക്കുന്നത് നേരത്തെ ഉണ്ടാക്കിയതുപോലെ ആവശ്യത്തിന് കുഴച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ്. അതിൽ ഇത്രയും എനിക്കെന്താ ലൂസായിട്ടുണ്ടായില്ല ബാറ്റർ. കറക്റ്റ് തിക്നെസ്സിൽ തന്നെയായിരുന്നു കേട്ടോ വന്നത്. അതായത് നമ്മൾ ഈ ക്രീമൊക്കെ ഉണ്ടാവില്ലേ അതേ കൺസിസ്റ്റൻസിയിൽ, ലൂസ് അല്ലാണ്ട് ഉണ്ടാവണം കേട്ടോ. ഇതെനിക്ക് ആദ്യം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ലൂസായി. പക്ഷേ അതത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടൂല എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും കിട്ടും. ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് പരത്തിയൊക്കെ എടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ക്ലേ ഇപ്പോൾ കിട്ടും. അപ്പോൾ നമുക്കിത് ക്ലേ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആയിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ. അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടിയർ ഡ്രോപ്പ് മെത്തേഡ് വഴിയാണ് ക്ലേൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആണോ സ്മൂത്ത്നെസ് ആണോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ജസ്റ്റ് കുറച്ചൊന്നിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകൂടെ റൗണ്ടാക്കുക, കുറച്ചൊന്ന് ഇതുപോലെ എടുത്തു നോക്കുക. അപ്പോൾ ഒരു ടിയറിൻ്റെ ഷേപ്പ്, കണ്ണുനീരൊക്കെ ഇല്ലേ, ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. എന്നാൽ നമ്മുടെ ക്ലേ കറക്റ്റ് കൺസിസ്റ്റൻസി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒന്നുകൂടെ കാണിച്ചു തരാം കറക്റ്റായിട്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ. ഇതുപോലെ എടുക്കുമ്പോൾ കറക്റ്റ് ഒരു ടിയറിൻ്റെ ഷേപ്പ് കണ്ടോ, കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ വേണം കിട്ടാനായിട്ട്. കണ്ണുനീരിൻ്റെയൊക്കെ ഷേപ്പിൽ കിട്ടണം. ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ള ക്ലേയിൽ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല, കിട്ടത്തില്ല കേട്ടോ. ഇതാണ് പെർഫെക്റ്റ് ക്ലേ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിത് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം ഈ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലേനെ ഒന്ന് നോക്കാം. ഇതുപോലൊരു ക്ലിംഗ് റാപ്പോ പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും കവറോ വല്ലതും ഒന്ന് മുറിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഈ ക്ലേ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ക്ലേയും കവറും നല്ലോണം ഒരുമിച്ച് തന്നെ ഇരിക്കണം കേട്ടോ. എന്നിട്ട് ഈ ക്ലേനെ കൊണ്ടൊന്ന് ചുറ്റിച്ചെടുക്കുക റാപ്പിനെ. റാപ്പ് കൊണ്ട് ഈ ക്ലേനെ നല്ല ഒരിടവും പോലും എയറുമായിട്ട് കോണ്ടാക്റ്റ് വരാതെ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്ന് നമ്മൾ ചുറ്റി കൊടുക്കണം. എന്നാലേ അത് പെർഫെക്റ്റായിട്ട് ഒന്ന് പൂപ്പലൊന്നും വരാണ്ടിരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സാനിറ്റൈസറോ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്കിതുവരെ ഇതിപ്പം ഒരു 3-4 മാസമൊക്കെ പൂപ്പലൊന്നും വരാണ്ടിരിക്കും. ഇത് പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച ക്ലേ ആണ് കേട്ടോ. അതിനെയാണ് ഞാനിങ്ങനെ സ്മൂത്താക്കി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.